ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നിയോൺ ടെട്രയുടെ ആണ്. അപ്പോൾ ഈ കാണുന്ന ഐറ്റം ആണ് നിയോൺ ടെട്ര എന്ന് പറയുന്നത്. അപ്പോൾ വളരെയധികം വലിപ്പം കുറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ ഫിഷുകളാണ് നിയോൺ ടെട്രകൾ എന്ന് പറയുന്നത്. മാർക്കറ്റുകളിലൊക്കെ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ഒരു ഐറ്റം ആണ് നിയോൺ ടെട്രകൾ. അതുപോലെ തന്നെ ഇതിന്റെ പെയറിന് ഏകദേശം 80 രൂപയാണ് വില വരുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 5 എണ്ണത്തെയാണ് അക്വേറിയം ഷോപ്പിൽ നിന്നും വാങ്ങിച്ചിട്ടുള്ളത്. പ്ലാന്റഡ് ടാങ്കുകളിലൊക്കെ വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു ഫിഷാണ് നിയോൺ ടെട്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഒരു രൂപം എന്ന് പറയുന്നത് മെലിഞ്ഞിട്ട് നല്ല നീളമുള്ള ശരീരപ്രകൃതമാണ് ഇവർക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവർ സ്കൂൾ ഫിഷുകളാണ്, അതായത് ഒരു കൂട്ടമായിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന മത്സ്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവരെ വാങ്ങിക്കുമ്പോൾ 6 മുതൽ 10 എണ്ണത്തിൽ കുറയാതെ വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവരുടെ ശരീരത്തായി ചുവപ്പും നീലയും നിറങ്ങൾ കാണാനായി സാധിക്കും. അപ്പൊ ഈ കിടക്കുന്ന നിയോൺ ടെട്രകൾ എന്ന് പറയുന്നത് സൈസിൽ വളരെ ചെറുതാണ്, ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ശരീരത്തെ വലുതായിട്ട് കളറും വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇവരുടെ ഒരു പരമാവധി വലുപ്പം എന്ന് പറയുന്നത് ഏകദേശം 2.5 ഇഞ്ച് വരെയാണ്, അതായത് ഏകദേശം 6 സെന്റിമീറ്റർ വലിപ്പത്തിൽ വരെ ഇവർക്ക് വളരാനായി സാധിക്കും. അതുപോലെ തന്നെ നിയോൺ ടെട്രകളെ വളർത്തുമ്പോൾ വളരെ കുറഞ്ഞ പ്രകാശമുള്ളിടത്ത് വെച്ച് വേണം വളർത്താൻ, കാരണം ഇവർ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഫിഷുകളാണ്. അതുകൊണ്ട് തന്നെ അമിതമായ വെളിച്ചം ഒരുപക്ഷെ ഇവരെ സമ്മർദ്ദത്തിലാക്കാം. നമ്മൾ ആദ്യം പോയി എടുത്തത് ഏകദേശം 10ഓളം വരുന്ന നിയോൺ ടെട്ര ഫിഷുകളെ ആയിരുന്നു. നമ്മൾ അതിനെയെല്ലാം ഒരു ചെറിയ ബോട്ടിലിനകത്താക്കി ജനലിന്റെ ഒരു സൈഡിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയ രീതിയിൽ വെളിച്ചം തട്ടുന്ന സ്ഥലം ആയതുകൊണ്ട് തന്നെ അതെല്ലാം കൂട്ടത്തോടെ ചത്തുപോയി. അപ്പൊ അങ്ങനെ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ഒരുപാട് പ്രകാശമുള്ള സ്ഥലത്തൊന്നും ഇവരെ വളർത്താതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ രണ്ടാമത് പോയി എടുത്ത ഫിഷുകളാണ് ഈ കാണുന്ന 5 എണ്ണം. നിയോൺ ടെട്രകൾ വളരെ ചെറിയ മത്സ്യമായതുകൊണ്ട് തന്നെ ഇവരെ പരിപാലിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഇവരെ വളർത്തുന്നത് അല്പം ശ്രദ്ധ ആവശ്യമുള്ള കാര്യമാണ്. ഇതിനായി സോഫ്റ്റ് വാട്ടർ, കുറഞ്ഞ പ്രകാശം, നിയന്ത്രിത താപനില എന്നിവയുള്ള ഒരു ചെറിയ ടാങ്ക് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്തായാലും ഇവരെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.